പുണ്യമാസത്തിൽ അതിർവരമ്പുകളില്ലാത്ത സ്നേഹവും കടപ്പാടുമായാണ് സുബൈദ ആലപ്പുഴയിൽ ട്രെയിനിറങ്ങിയത്. കൂടെ ഇളയ മകൻ അർഷാദും ഉണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാൻ തുക നൽകിയത് സുബൈദയാണ്. തനിക്കും കുടുംബത്തിനും നീതി വാങ്ങിത്തന്ന KC വേണുഗോപാൽ എന്ന മനുഷ്യസ്നേഹിയായ നേതാവിനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നേ നേരിൽ കണ്ട് അനുഗ്രഹാശിസുകൾ ചൊരിയണമെന്നത് ഈ ഉമ്മയുടെ ആഗ്രഹമായിരുന്നു. രാജസ്ഥാനിൽ കൊല ചെയ്യപ്പെട്ട സുബൈദയുടെ മൂത്ത മകൻ അസ്ബാക്കിന്റെ കൊലയാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങി നൽകുന്നതിനായി അശ്രാന്തം പരിശ്രമിച്ച KC എന്ന മകനു വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയായി മാറി പത്രികാ സമർപ്പണ വേദിയിലെ ഉമ്മയുടെ സന്ദർശനം. നമുക്ക് സ്നേഹം എന്താ വേണ്ടിയത്? രക്തം എല്ലാവർക്കും ഒന്നാ, കളർ മാറ്റിയില്ല. എൻ്റെ മോൻ്റെ കേസ് കാരണം നമുക്ക് ഇന്ന് രാജസ്ഥാനിൽ പോകാനും പിടിക്കാനും കഴിയുന്ന ഉറക്കുണ്ടാകും. അല്ലാണ്ട് നമ്മളെ കേസ് പണ്ടേ തള്ളിപ്പോവും. നമ്മളിങ്ങ് തലശ്ശേരിയും കേസ് ജയ്സൽമേരില്ല, എൻ്റെ മോൻ്റെ മരണമാടുന്ന. അതുകൊണ്ട് ഇവർ കാരണം നമുക്കെല്ലാം അനുകൂലം കിട്ടിയത് എല്ലാ വലിയ വലിയ ആൾക്കാർക്കാണെങ്കിലും ഭവാനി സിംഗിന്, ബിജു ജോസഫ് സാറ് എല്ലാവരെയും നമുക്ക് പോയാൽ പെട്ടെന്ന് കാണാൻ കഴിയും. ഇവരൊരു ഇടവിൽ കൊണ്ട് തന്നെയാണ് കേസ് എത്തിയത്. 2018 ബൈക്ക് റേസിംഗിന് മരണപ്പെട്ടു എന്നാണ് നമ്മൾ അറിഞ്ഞത്. ആ സമയത്ത് തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതുമായിട്ട് ഞാൻ രാജസ്ഥാനിൽ പോയപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് ഇത് ക്ലിയർലി മേർഡർ തന്നെയാണെന്നുള്ളത്. അതുമായിട്ട് ഒരു വർഷത്തോളം ഞാൻ ഇതിൻ്റെ ബാക്കിൽ പോയി ഫോളോപ്പ് ചെയ്ത്, പക്ഷെ കേസ് എവിടെ എത്തുന്നില്ല. പല രാഷ്ട്രീയക്കാരെയും കണ്ട് അപ്പോൾ എവിടെ എത്തിയിട്ടില്ല. കുറേ ആൾക്കാർ കണ്ണെടുത്ത് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ പോയി, ഒന്നും നടന്നില്ല. ലാസ്റ്റാണ് സാറിനെ വേണുഗോപാൽ സാറിനെ കാണാൻ പോയത്. സാർ അമ്മ മരിച്ച സമയമായിരുന്നു കണ്ണൂരിൽ. ആ സമയത്ത് പോയാലും തന്നെ ഇന്നേരം തന്നെ സാറ് നല്ല അഭിപ്രായം നമുക്ക് പോസിറ്റീവ് തന്നു. അവിടുന്ന് എനിക്ക് ഒരു ഓഫീസറെ നമ്പർ തന്നു, ബിജു ജോർജ് ജോസഫ്, അവിടെയുള്ള ADGPൻ്റെ ഇപ്പോഴത്തെ കമ്മീഷണറാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പോയപ്പോൾ നല്ല സ്വീകരണം, പിന്നെ കേസ് കുറേ ഫാസ്റ്റാക്കി. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് ഉള്ളിലാണ്. ഇപ്പം കേസ് സുപ്രീം കോടതി വരെ എത്തി. ഇതുവരെ ഒരിക്കൽ ബെയിൽ ഇതുവരെ 3 വർഷമായിട്ടും ആർക്കും ബെയിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കേസിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ സാറോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് തീരില്ല, അത്രയും കടപ്പാടുണ്ട്. അതുതന്നെയാണ് മെയിൻ അച്ചീവ്മെൻറ്റ്. ഓക്കെ.